നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റിമൈൻഡർ തിയറമാണ്. ഒരു ഇമ്പോർട്ടന്റ് തിയറമാണ്. ദ റിമൈൻഡർ ഒബ്റ്റൈൻഡ് ഇൻ ഡിവൈഡിംഗ് എഫ് ഓഫ് എക്സ് by x minus c is the value of the polynomial f of x for x equal to c. ഇതാണ് ഈ ഒരു റിമൈൻഡർ തിയറം പറയുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കറിയാം എഫ് ഓഫ് എക്സിനെ ഒരു ജി ഓഫ് എക്സ് വെച്ച് ഡിവിസിബിൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റിമൈൻഡർ കിട്ടും. സോ ഇഫ് നമ്മുടെ ഈ ഒരു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് സി എന്ന് പറയുന്ന പോളിനോമിയൽ ആണെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ ജി ഓഫ് എക്സ് എന്താണ്, എക്സ് മൈനസ് സി എന്ന് പറയുന്ന പോളിനോമിയൽ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് സി വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എഫ് ഓഫ് സിയുടെ വാല്യൂ ആയിരിക്കും. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദി പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഫോർ എക്സ് ഈക്വൽ ടു സി. അതായത് എഫ് ഓഫ് സി. എഫ് ഓഫ് സിയിൽ എന്ത് ആൻസർ ആണോ നമുക്ക് കിട്ടാൻ പോകുന്നത് ആ ആൻസർ ആയിരിക്കും നമ്മൾ എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് സി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന റിമൈൻഡർ. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ജസ്റ്റ് ഇത് മാത്രം നോക്കിയാൽ മതി. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചു തരികയാണ്. ഇവിടെ നമുക്കൊരു ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ്. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് 3 എന്നാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് 3 എന്ന് കിട്ടണമെങ്കിൽ എന്ത് വരണം, ഈ ഒരു എഫ് ഓഫ് എക്സിനെ ഈ ജി ഓഫ് എക്സ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം, റിമൈൻഡർ 0 കിട്ടണം. സോ ബൈ റിമൈൻഡർ തിയറം വെച്ചിട്ട് നമുക്ക് എങ്ങനെ വരണം, എഫ് ഓഫ് 3 അതായത് എക്സ് മൈനസ് 3ക്ക് പകരം നമ്മൾ ആലോചിക്കുക എക്സ് മൈനസ് സി വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് സി ആയിരിക്കും റിമൈൻഡർ. ഇവിടെ എക്സ് മൈനസ് 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ എഫ് ഓഫ് 3 ആയിരിക്കും റിമൈൻഡർ. സോ നമുക്ക് ഡിവിസിബിൾ ആണെന്ന് പറയുകയാണെങ്കിൽ എഫ് ഓഫ് 3 എന്തായിരിക്കണം, 0 ആയിരിക്കണം. സോ എഫ് ഓഫ് 3 നമ്മൾ ഈ ഒരു എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 0 കിട്ടിയിട്ടുണ്ട്. അങ്ങനെ റിമൈൻഡർ തിയറം വെച്ചിട്ടാണ് ഇറ്റ് ഈസ് ഡിവിസിബിൾ എന്ന് നമ്മൾ പറയുന്നത്. സോ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, എക്സ് മൈനസ് സി വെച്ചിട്ട് നമ്മൾ ഒരു എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് സി ആയിരിക്കും അതിന്റെ റിമൈൻഡർ. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ പ്രൂഫാണ്. ഗിവൺ f of x is divided by x minus c. Okay, therefore there will be a quotient q of x and remainder r of x such that f of x equal to x minus c into q of x plus r of x. നമുക്കറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്. നമ്മുടെ ഇവിടെ ജി ഓഫ് എക്സിന് പകരം എക്സ് മൈനസ് സി ആണ് നമ്മുടെ ജി ഓഫ് എക്സ് എന്നുള്ളത് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. സോ വി നോ ദാറ്റ് ആർ ഓഫ് എക്സ് ഷുഡ് ബി എയ്തർ 0 or having lower degree than divisor. ഡിവൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ജി ഓഫ് എക്സിനെയാണ് ഡിവൈസർ എന്ന് നമ്മൾ പറയുന്നത്. സോ നമുക്കറിയാം റിമൈൻഡർ എന്തായിരിക്കും, ഒന്നെങ്കിൽ ജി ഓഫ് എക്സിനെക്കാട്ടിലും ചെറിയ ഒരു ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ ആയിരിക്കും, അതല്ലെങ്കിൽ 0 ആയിരിക്കും. ഹിയർ ജി ഓഫ് എക്സിന്റെ ഡിഗ്രി എത്രയാണ്, 1 ആണ് അല്ലെ. എക്സ് എന്ന് പറയുന്ന ഒരു ടേം മാത്രമേ ഉള്ളൂ. സോ ജി ഓഫ് എക്സിന്റെ ഡിഗ്രി തന്നെ 1 ആണ്. സോ ഒന്നെങ്കിൽ നമ്മുടെ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എയ്തർ 0 ആയിരിക്കും, അതല്ലെങ്കിൽ എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം അവിടെ ഡിഗ്രി ഒന്നുകൂടിയും കുറയും. എക്സിന്റെ ഡിഗ്രി എന്ത് 0 ആവും, അതായത് കോൺസ്റ്റന്റ് മാത്രമായിട്ട് മാറും. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഫസ്റ്റ് കാര്യം. സോ നമുക്ക് എന്തായാലും റിമൈൻഡർ എന്ത് കിട്ടുള്ളൂ, എക്സ് മൈനസ് സി എന്ന് വെച്ചിട്ട് എഫ് ഓഫ് എക്സിനെ വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും, അതല്ലെങ്കിൽ അതിന്റെ വാല്യൂ 0 ആയിരിക്കും. സോ നമുക്ക് ആർ ഓഫ് എക്സിന് ആർ എന്ന് മാത്രം റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എന്തായാലും ഒരു കോൺസ്റ്റന്റ് നമ്പറാണ്, 0യും ഒരു നമ്പറാണ്, അതൊരു പോളിനോമിയൽ അല്ല. സോ നമുക്ക് ആർ ഓഫ് എക്സിന് ജസ്റ്റ് ആർ എന്ന് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഇക്വേഷൻ എന്താവും, ആർ ഓഫ് എക്സിന് പകരം ആർ വെച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാൻ പറ്റും. ദെൻ നമ്മൾ റിമൈൻഡർ തിയറത്തിൽ എന്താണ്, എഫ് ഓഫ് സി ആ നമ്മളോട് കാണാൻ പറയുന്നത് അല്ലേ. സോ എഫ് ഓഫ് സി നമ്മൾ കണ്ടു നോക്കുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു സി. എഫ് ഓഫ് സി ഈക്വൽ ടു എക്സിന് പകരം സി കൊടുത്തു, സി മൈനസ് സി ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ. ഓക്കെ, സി മൈനസ് സി 0 ആണ്, ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ എന്ന് വരും. സോ എഫ് ഓഫ് സി ഈക്വൽ ടു റിമൈൻഡർ ആർ എന്ന് നമുക്ക് കിട്ടും. സോ നമുക്ക് നമ്മുടെ ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ എന്തായിട്ട് മാറും, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് സി ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് സി എന്നായിട്ട് മാറും. എഫ് ഓഫ് സി ഈക്വൽ ടു റിമൈൻഡർ ആണ് നമുക്ക് കിട്ടിയല്ലോ. അതിന് നമ്മൾ ജസ്റ്റ് അതിൽ ആറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. A polynomial f of x is divisible by x minus c if and only if f of c equal to 0. നമുക്കറിയാം ഒരു പോളിനോമിയൽ എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് സി വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ എന്ന് പറയുന്നത് എഫ് ഓഫ് സി ആയിരിക്കും. എപ്പോഴാണ് ഒരു പോളിനോമിയൽ ഡിവിസിബിൾ ആണെന്ന് നമ്മൾ പറയാം, അതിന്റെ റിമൈൻഡർ 0 ആകുന്ന സമയത്ത് അല്ലെ.
സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് റിമൈൻഡർ ഈസ് 0. ദാറ്റ് മീൻസ് ബൈ റിമൈൻഡർ തിയറം നമുക്ക് എന്ത് കിട്ടണം, എഫ് ഓഫ് സി ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടണം. ഇതാണ് നമ്മുടെ കൊറോളറി ആയിട്ട് നമ്മൾ പറയുന്നത്. ഇതിന്റെ പ്രൂഫ് വരുന്നുണ്ട്, ചെറിയ സിമ്പിൾ പ്രൂഫാണ്. The definition of divisibility, it follows that the polynomial f of x is divisible by x minus c if and only if the remainder is 0. Divisible ആവണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം, റിമൈൻഡർ 0 ആയിരിക്കണം എന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. Then by the remainder theorem we get the remainder obtained in dividing f of x by x minus c is f of c. ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡിവിസിബിൾ ആവണമെങ്കിൽ റിമൈൻഡർ 0 ആവണം. സോ ഇവിടെ എക്സ് മൈനസ് സി എന്നുള്ള ഒരു ടേം വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റിമൈൻഡർ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. സോ റിമൈൻഡർ തിയറം പ്രകാരം റിമൈൻഡർ എന്താണ്, എഫ് ഓഫ് സി ആണ്. സോ റിമൈൻഡർ 0 ആകുന്ന സമയത്ത് എഫ് ഓഫ് സിയും എന്തായിരിക്കും, 0 ആയിരിക്കും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും അതിൽ വരുന്നുണ്ട്. വിത്തൌട്ട് ആക്ച്വൽ ഡിവിഷൻ ഷോ ദാറ്റ് എക്സ് റേസ് ടു 4 പ്ലസ് 3x³ ഒരു എഫ് ഓഫ് എക്സ് ആണ്, ഈസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് 2. നമ്മൾ എന്ത് ചെയ്യണം, വിത്തൗട്ട് ആക്ച്വൽ ഡിവിഷൻ എന്ന്, അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡിവൈഡ് ചെയ്ത് കോഷ്യന്റും റിമൈൻഡർ ഒന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റാച്ച്ഡ് അല്ല, മെത്തേഡ് ഓഫ് ഡിറ്റാച്ച്ഡ് കോഎഫിഷ്യൻസ് അല്ലേ, അതൊന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഡിവിസിബിൾ ആണെന്ന് മാത്രം നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. സോ അത് കാണിക്കാൻ വേണ്ടി നമുക്ക് റിമൈൻഡർ തിയറം യൂസ് ചെയ്യാം. കാരണം ഇവിടെ എന്താണ്, എക്സ് പ്ലസ് 2 എന്നുള്ളതാണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ് വന്നിട്ടുള്ളത് ജി ഓഫ് എക്സ് ആയിട്ട്. സോ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. എഫ് ഓഫ് എക്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ബൈ റിമൈൻഡർ തിയറം നമുക്ക് എഫ് ഓഫ് സിക്ക് പകരം ഇവിടെ എക്സ് പ്ലസ് 2 എന്നുള്ള ഒരു ടേം ആണ്. എക്സ് മൈനസ് സി എന്നുള്ളതിന് പകരം എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന ടേം ആണ്. അതിൽ സി എങ്ങനെ കണ്ടെത്താൻ പറ്റും, എക്സ് മൈനസ് 2 എന്നുള്ളതാണ് എക്സ് പ്ലസ് 2 ആയിട്ട് മാറുന്നത്. എക്സ് മൈനസ് 2 എന്നുള്ള ടേം ആണ് മൈനസ് ഇതായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാലും മതി. ഇപ്പോ എക്സ് മൈനസ് 3 ആണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ തരുന്ന നമ്പർ അല്ലെങ്കിൽ പോളിനോമിയൽ എന്നുണ്ടെങ്കിൽ സി എന്തായിരിക്കും, 3 ആയിരിക്കും. ഈവൻ എക്സ് പ്ലസ് 3 ആണ് നമുക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ സി എന്തായിരിക്കും, -3 ആയിരിക്കും. നമുക്ക് തരുന്ന പോളിനോമിയലിന്റെ നമ്പർ സൈൻ എന്താണോ തിരിച്ചിട്ടാൽ മതി. അതായത് എക്സ് പ്ലസ് 3 ആണ് ഡിവൈഡ് ചെയ്യാൻ തരുന്നതെന്നുണ്ടെങ്കിൽ സി എന്ന് പറയുന്നത് -3 ആയിരിക്കും. ഈവൻ എക്സ് മൈനസ് 3 ആണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ തരുന്നതെന്നുണ്ടെങ്കിൽ സി എന്തായിരിക്കും, 3 ആയിരിക്കും. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക സിയുടെ സൈന്. ഈവൻ റിമൈൻഡർ തിയറത്തിൽ മാത്രമാണ് ഇങ്ങനെ പറയുന്നത്, അതും ആലോചിക്കുക. സോ നമ്മൾ റിമൈൻഡർ തിയറ പ്രകാരം എഫ് ഓഫ് -2 എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. എഫ് ഓഫ് -2 എല്ലാത്തിനും എക്സിന്റെ സ്ഥലത്തൊക്കെ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും, റിമൈൻഡർ 0 എന്ന് കിട്ടും. സോ റിമൈൻഡർ 0 ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് 2, ജി ഓഫ് എക്സിന് പകരം എക്സ് പ്ലസ് 2 എന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, റിമൈൻഡർ തിയറ പ്രകാരം പറയാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യന് താഴെ ഉണ്ട്. ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ എക്സ് മൈനസ് 3. ഇവിടെ എക്സ് മൈനസ് 3 വരികയാണെങ്കിൽ സിന്റെ വാല്യൂ എന്തായിരിക്കും, 3 ആയിരിക്കും. ഓക്കെ, എക്സ് മൈനസ് വരികയാണെങ്കിൽ ഇവിടെ സി എന്ന് പറയുന്നത് 3 ആയിരിക്കും. ദെൻ എഫ് ഓഫ് 3 നമ്മൾ കണ്ടു. എഫ് ഓഫ് 3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 തന്നെയാണ് കിട്ടുന്നത്. സോ 0 ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും, എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് 3 എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ഒരു പ്രോബ്ലം വരുന്നത്, under what condition x raised to n plus c raised to n is divisible by x plus c എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടുള്ളത് എക്സ് റേസ് ടു എൻ പ്ലസ് സി റേസ് ടു എൻ എന്നുള്ളതാണ്. അത് എക്സ് പ്ലസ് സി വെച്ച്, അതായത് ജി ഓഫ് എക്സ് എക്സ് പ്ലസ് സി ആണ്, അത് വെച്ച് ഡിവിസിബിൾ ആകും എപ്പോൾ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ ചെയ്യാൻ നമ്മുടെ കണ്ടീഷൻ എന്താ, റിമൈൻഡർ തിയറം വെച്ചിട്ട് ഒരു എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് വെച്ചിട്ട്, അതായത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വെച്ച് ഡിവിസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയണം, എഫ് ഓഫ് സി അഥവാ അതിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. എഫ് ഓഫ് സി 0 ആയിരിക്കണം. ഇവിടെ സി എന്താണ് വരുന്നത്, എക്സ് പ്ലസ് സി വെച്ചിട്ട് നമ്മൾ ഒരു ഫംഗ്ഷനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സിന്റെ വാല്യൂ -c ആയിട്ട് നെഗറ്റീവ് സൈന് കൊടുക്കണം. പ്ലസ് ആവുമ്പോൾ നെഗറ്റീവ് ആയിട്ട് മാറും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ഇവിടെ എന്ത് കൊടുക്കണം, എഫ് ഓഫ് -c എന്ന് പറഞ്ഞിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് സി ആണ് വരുന്നത്. സോ എഫ് ഓഫ് -c നമ്മൾ ചെയ്യാണ്. എക്സിന്റെ സ്ഥലത്ത് നമ്മൾ -c കൊടുത്തു, -c റേസ് ടു n പ്ലസ് c റേസ് ടു n. ഈ
എന്നാണ് നമുക്ക് വാരി ചെയ്യാൻ പറ്റുന്ന സംഭവം. ഈ എന്നിൽ ഏത് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഫംഗ്ഷന് 0 എന്നുള്ള വാല്യൂ കിട്ടും. ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ നോക്കുകയാണ് -c⁻². എന്നിന് നമ്മൾ 1 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണെങ്കിൽ -c⁻1 + c⁻1 എന്ന് വരും. അഥവാ -c + c എന്ന് വരും. വാല്യൂ എന്താണ്? 0 ആണ്. ഇനി 2 കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ, -c⁻2 + c⁻2 അഥവാ c², കാരണം സ്ക്വയർ വരുമ്പോൾ പോസിറ്റീവ് നമ്പർ ആയിട്ട് മാറും. -c × -c പോസിറ്റീവ് ആയിട്ട് മാറും. സോ c² + c² എന്ന് വരും. അത് 2c² എന്ന് കിട്ടും ആൻസർ ആയിട്ട്. ഇനി 3 കൊടുക്കുകയാണെങ്കിലോ സിമിലർലി ഇത് നെഗറ്റീവ് ആയിട്ട് മാറും, ഇവിടെ പോസിറ്റീവ് ആയിട്ട് മാറും, ക്യാൻസൽ ആയി പോകും. അപ്പോൾ സത്യത്തിൽ പറയുമ്പോൾ നമുക്ക് n എന്ന് പറയുന്നത് ഈവൻ ആയിട്ട് വരികയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2c⁻n ആയിട്ട് മാറും. n എന്ന് പറയുന്നത് ഓഡ് ആയിട്ട് വരികയാണെങ്കിൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ 0 ആയിട്ട് മാറും. സോ നമ്മളോട് ചോദിച്ചത് എന്താണ്, എപ്പോഴാണ് ഡിവിസിബിൾ ആവുക? f(x) g(x) ഡിവിസിബിൾ ആകുന്നത് എപ്പോഴാണ്? അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിമൈൻഡർ തിയറി പ്രകാരം ഈ f(-c) എന്ന് പറയുന്ന വാല്യൂ 0 ആയിട്ട് മാറണം. അത് 0 ആവുന്നത് n-ന്റെ വാല്യൂ ഓഡ് ആയിട്ട് വരുന്ന സമയത്താണ്. സോ അതാണ് നമ്മുടെ കൺക്ലൂഷൻ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇതിന്റെ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് മറ്റുള്ള ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാനുണ്ട്. അങ്ങനെ ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് a and b are different and the polynomial f(x) is separately divisible by x minus a and x minus b. എന്താ പറയുന്നത്, എയും ബിയും രണ്ട് ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. അത് നമുക്ക് തന്നിട്ടുള്ള f(x) എന്ന് പറയുന്നത് x മൈനസ് എ വെച്ചിട്ടും x മൈനസ് ബി വെച്ചിട്ടും സെപ്പറേറ്റ്ലി ഡിവിസിബിൾ ആണ്. അതായത് x മൈനസ് എ വെച്ചിട്ടും ഡിവിസിബിൾ ആണ്, x മൈനസ് ബി വെച്ചിട്ടും ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ f(x) ഈസ് ഡിവിസിബിൾ ബൈ x മൈനസ് എ ഇൻറ്റു x മൈനസ് ബി എന്നുള്ളതാണ് നമ്മൾ റിസൾട്ടിലേക്ക് എത്തിക്കേണ്ടത്. ഇനി ആൻസർ എങ്ങനെ പറയാൻ നോക്കാം. നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് x മൈനസ് എ വെച്ചിട്ടും x മൈനസ് ബി വെച്ചിട്ടും f(x) ഡിവിസിബിൾ ആണ്. സോ ഫസ്റ്റ് x മൈനസ് എയിൽ നമുക്ക് ഡിവിസിബിലിറ്റിന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാം. ഡിവിസിബിലിറ്റിന്റെ ഡെഫിനിഷൻ പ്രകാരം റിമൈൻഡർ 0 ആണ്. സോ നമുക്ക് f(x)നെ എന്ത് ചെയ്യാൻ പറ്റും, x മൈനസ് എന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി x മൈനസ് ബിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, റിമൈൻഡർ തിയറം അപ്ലൈ ചെയ്യാണ്. റിമൈൻഡർ തിയറം പ്രകാരം x മൈനസ് ബി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് f(b) ആയിരിക്കും റിമൈൻഡർ തിയറം പ്രകാരം. സോ f(b) ഇവിടെ എന്താണ്, ഡിവിസിബിൾ ആയതുകൊണ്ട് തന്നെ f(b) = 0 ആയിരിക്കണം. സോ നമ്മൾ എന്ത് ചെയ്ത് f(b) = 0 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് x മൈനസ് എയിൽ നമ്മൾ ഡിവിസിബിലിറ്റിന്റെ ഡെഫിനിഷനും സെക്കൻഡ് x മൈനസ് ബിയിൽ നമ്മൾ റിമൈൻഡർ തിയറത്തിന്റെ ഡെഫിനിഷനും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് നമ്മൾ ഇതെന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഗിവൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ f(x)നെ f(b) = 0 എന്ന് കിട്ടി. സോ എക്സിന് പകരം നമ്മൾ b എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, f(b) = b, എക്സിന് പകരം നമ്മൾ b അപ്ലൈ ചെയ്തു, b മൈനസ് എ ഇൻറ്റു q(b) = 0 എന്ന് കിട്ടും. നമുക്ക് തന്നിട്ടുണ്ട് എയും ബിയും നോട്ട് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ b മൈനസ് എ ഒരിക്കലും 0 ആവാൻ പറ്റില്ല. ദെൻ എന്തായിരിക്കണം, q(b) തീർച്ചയായിട്ടും 0 ആയിരിക്കണം. ഏതെങ്കിലും ഒരു നമ്പർ 0 ആണെങ്കിൽ മാത്രമേ ഇവിടെ റിസൾട്ട് 0 ആയിട്ട് കിട്ടുള്ളൂ. സോ q(b) = 0 എന്ന് പറയുന്ന ഒരു അസംഷനിൽ നമുക്ക് എത്താൻ പറ്റും. അപ്പൊ നമുക്ക് f(x) ഈസ് ഡിവിസിബിൾ ബൈ x മൈനസ് ബി ആണെങ്കിൽ f(b) = 0 ആണ്. അത് നേരെ തിരിച്ചു വായിച്ചു നോക്കാം. f(b) = 0 ആണെങ്കിൽ f(x) x മൈനസ് ബി വെച്ച് ഡിവിസിബിൾ ആണ്. സോ സിമിലർലി ഇവിടെ q(b) = 0 ആണ്. സോ അതിന്റെ അർത്ഥം എന്താ, q(b) = 0 ആണെങ്കിൽ q(x) എന്ന് പറയുന്നത് x മൈനസ് ബി വെച്ച് ഡിവിസിബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ബൈ റിമൈൻഡർ തിയറം. അതിന്റെ ഡെഫിനിഷൻസ് ഒന്ന് തിരിച്ചു വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത് പറയാം, q(x)നെ x മൈനസ് ബിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതിയ q(x)ന്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, f(x) = x മൈനസ് എ ഇൻറ്റു q(x)ന് പകരം x മൈനസ് ബി ഇൻറ്റു q(1)(x) എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, f(x)നെ x മൈനസ് എ ഇൻറ്റു x മൈനസ് ബി എന്ന് പറയുന്ന ഒരു നമ്പറിൻ ഒരു പൊളിനോമിയലിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ സാധിച്ചു. സോ ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും, f(x) ഈസ് ഡിവിസിബിൾ ബൈ x മൈനസ് എ ഇൻറ്റു x മൈനസ് ബി എന്ന് നമുക്ക് പറയാൻ പറ്റും.